കുട്ടികളെ എന്തൊക്കെയാ വർത്താനം? സുഖല്ലേ? എന്താ പരിപാടി? ഇന്ന് ലീവൊക്കെ ആയിട്ട് എന്തൊക്കെയാ പരിപാടി? കല്യാണത്തിനൊക്കെ പോയോ? വീട്ടിൽ തന്നെ അല്ലേ? ഇനി നമുക്ക് കുറച്ച് നേരം കേട്ടോ, കുറച്ച് സമയമുള്ളൂ, നമുക്ക് ഇനി കുറച്ച് ഭാഗങ്ങൾ തീർക്കാനുള്ളൂ. അതും കൂടി തീർത്താലോ അല്ലേ? ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ മക്കൾക്ക് ഓർമ്മല്ലേ? നമ്മൾ ഈ പുതിയ ചാപ്റ്റർ പഠിച്ചൊക്കെ എല്ലാവർക്കും ഓർമ്മല്ലേ? നമ്മുടെ പോളി പാരറ്റിൻ്റെ സ്റ്റോറിയും പോളി പാരറ്റിന് ഉണ്ടായ മുട്ട വിരിഞ്ഞതും പോളി പാരറ്റിൻ്റെ മക്കളുടെ പേരും എല്ലാം പഠിച്ചതല്ലേ? പിന്നെ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? മറന്നോ? ഏതാ ലാസ്റ്റ് പഠിച്ചത്? 1 2 3 ജിൽ ദിൽ ആൻഡ് റിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ അപ്പ് ഇൻ ദ സ്കൈ. എല്ലാവരും പഠിച്ചില്ലേ? മാഷ് ക്ലാസ്സിൽ നിന്ന് എല്ലാവരും കൊണ്ട് ചൊല്ലിപ്പിച്ചാണല്ലോ. മറന്നോ? എല്ലാവരും പഠിച്ചില്ലേ? അതൊക്കെ കഴിഞ്ഞു അല്ലേ? പിന്നെ നമ്മുടെ റില്ല് പറന്നു പോയിട്ട് നമ്മുടെ റില്ല് ഒരു ചുവന്ന പെയിൻ്റുള്ള ഒരു ടിന്നിലേക്ക് ചാടി. അതും പഠിച്ചു അല്ലേ? അതും പഠിച്ചു. നമ്മൾ ഒന്നുകൂടി മാഷ് പറഞ്ഞുതരാം അല്ലേ? ലാസ്റ്റ് എടുത്തത് മാഷ് ഇനി ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. പേജ് നമ്പർ 46 എടുത്തോ. പേജ് നമ്പർ 46 എടുത്തോ. പേജ് നമ്പർ 46 എടുത്തോ. ആ ഭാഗമൊക്കെ നമ്മൾ പഠിച്ചതാണ്. പക്ഷെ നമുക്ക് ഒരു പ്രാവശ്യം കൂടി നോക്കാം കേട്ടോ അല്ലേ? ചിത്രത്തിലേക്ക് നോക്കി. നമ്മുടെ റില്ലുണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. റിൽ ഫാൾസ് ഇൻ ടു എ ടിൻ. ഫാൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചതല്ലേ? വീഴുക എന്നാണ് കേട്ടോ. റിൽ ഫാൾസ് ഇൻ ടു എ ടിൻ. നമ്മുടെ റില്ല് ഒരു ടിന്നിലേക്ക് വീണു. ടിന്ന് കണ്ടിട്ടില്ല മക്കള്? വീട്ടിലൊക്കെ കണ്ടിട്ടില്ലേ? ചെറിയ നമ്മുടെ പെയിൻറ്റിൻ്റെ ടിന്നൊക്കെ കണ്ടിട്ടില്ലേ വീട്ടിൽ? പെയിൻറ്റും പാത്രം, അതിനാണ് ടിന്നെന്ന് പറയാം കേട്ടോ. അപ്പോൾ അതേപോലെ ഒരു ടിന്നിലേക്ക് നമ്മുടെ റില്ല് വീണു. ദർ ഈസ് റെഡ് പെയിൻറ്റ് ഇൻ ഇറ്റ്. ആ ടിന്നിൽ ചുവന്ന നിറത്തിലുള്ള പെയിൻ്റ് ആയിരുന്നു. ആ പെയിൻറ്റിലേക്കാണ് നമ്മുടെ റില്ല് വീണു പോയത്. പാവം റില്ല് നോക്കി വീണു. ഔച്ച് അല്ലേ? പാവം റില്ല്. നമ്മുടെ ചുവന്ന പെയിൻറ്റിലേക്ക് നമ്മുടെ റില്ല് വീണു പോയി. ഇനിയോ, ക്യാൻ റിൽ കം ഔട്ട് ഓഫ് ദ ടിൻ. നമ്മുടെ റില്ലിന് ആ ടിന്നിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയുമോ? നമുക്ക് നോക്കാം. എന്തായാലും കഴിയുണ്ടാവും അല്ലേ? നമുക്ക് നോക്കാം കേട്ടോ. നോക്ക്. ഇനി അടുത്ത പേജ് നോക്കി. റിൽ വാസ് ഗ്രീൻ. വാസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വാസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നാണ് കേട്ടോ. ആയിരുന്നു. റിൽ വാസ് ഗ്രീൻ. നമ്മുടെ റില്ല് ഗ്രീൻ കളറായിരുന്നു. നമ്മുടെ റില്ല് പച്ച നിറമായിരുന്നു അല്ലേ? നമ്മുടെ റില്ലിന് പച്ച നിറമായിരുന്നില്ല ആദ്യം. അതാണ് കേട്ടോ. റിൽ വാസ് ഗ്രീൻ എന്ന് പറഞ്ഞതാണ് കേട്ടോ. നമ്മുടെ റില്ല് പച്ച നിറത്തിലായിരുന്നു, ഗ്രീൻ കളറായിരുന്നു. പക്ഷേ ഇപ്പോൾ നൗ ഹീസ് റെഡ്. ഇപ്പോൾ അവൻ ചുവപ്പ് നിറത്തിലായി. എങ്ങനെയാണ് നമ്മൾ റില്ല് ചുവപ്പ് നിറത്തിലായത്? ചുവപ്പ് നിറത്തിലുള്ള ഒരു പെയിൻറ്റിൻ്റെ ടിന്നിലേക്ക് നമ്മുടെ റില്ല് വീണു പോയില്ലേ? അങ്ങനെ നൗ ഹീസ് റെഡ്. ഇപ്പോൾ അവൻ ചുവന്ന നിറത്തിലായി. ഹീ വാക്സ് ഹോം. എന്താണ് ഹീ വാക്സ് ഹോം എന്ന് പറഞ്ഞാൽ എന്താ? അവൻ അവൻ്റെ വീട്ടിലേക്ക് നടന്നു. പാവല്ലേ? പച്ച നിറത്തിലുള്ള നമ്മൾ റില്ല് ചുവപ്പായില്ലേ? പാവം. ഇനി നമുക്ക് നോക്കാം. വാട്ട് വിൽ ജിൽ ആൻഡ് ഡിൽ സേ. ആരാണ് ഈ ജില്ലും ഡില്ലും? ആരാണ്? പഠിച്ചല്ലേ? ആരാ? നമ്മുടെ റില്ലിൻ്റെ സിബ്ലിങ്സ് ആണ് കേട്ടോ. സിബ്ലിങ്സ് പറഞ്ഞാൽ സഹോദരങ്ങളാണ് കേട്ടോ. നമ്മുടെ റില്ലിൻ്റെ സഹോദരങ്ങളാണ് ജില്ലും ദില്ലും അല്ലേ? ഇനി എന്തായിരിക്കും ഇനി അവർ നമ്മൾ റില്ലിനെ കാണുമ്പോൾ പറയാം അല്ലേ? നമുക്ക് നോക്കാം. ഇനി അടുത്ത പേജ് നോക്കി. റിൽ കംസ് ബാക്ക്. നമ്മുടെ പറന്നു പോയ റില്ല് തിരിച്ചു വന്നു. റിൽ കംസ് ബാക്ക്. അവൻ തിരിച്ചു വന്നു അല്ലേ? തിരിച്ചു വന്നപ്പോഴോ
അവനെ കണ്ടിട്ട് ആർക്കും മനസ്സിലാവണില്ല അല്ലേ, അവൻ്റെ നിറമൊക്കെ മാറിപ്പോയില്ലേ. അപ്പോൾ അവനെ കണ്ടിട്ട് ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ ചോദിക്കുകയാണ്, അവൻ്റെ സിബ്ലിങ്സ് ചോദിക്കുകയാണ് അല്ലേ, അവൻ്റെ സിബ്ലിങ്സ് ആയിട്ടില്ല ജില്ലും ദില്ലോടെ ഉണ്ട്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, വു ആർ യു, വു ആർ യു, നീ ആരാണ്, വു ആർ യു. വു ആർ യു എന്ന് പറഞ്ഞാൽ നീ ആരാണ്, നീ ആരാ, നീ ആരാണെന്ന് ചോദിച്ചു. നമ്മൾ റില്ലിനോട് ചോദിക്കുകയാണ്, നീ ആരാണ്, വു ആർ യു. അപ്പോൾ റില്ല് പറഞ്ഞു, ഐ ആം റിൽ, ഐ ആം റിൽ, ഞാനാണ് റില്ല്, ഞാനാണ് റിൽ. സങ്കടത്തോടെ പറയാണ്, ഞാനാണ് റിൽ. അപ്പോൾ വീണ്ടും ചോദിച്ചു പറയാണ്, നോ റില്ലീസ് ഗ്രീൻ, നോ അല്ല, റില്ലീസ് ഗ്രീൻ, ഞങ്ങളുടെ റില്ല് പച്ച നിറാണ്, റില്ലീസ് ഗ്രീൻ, റില്ല് ഗ്രീൻ കളറാണ്, നമ്മളെ റില്ലിന് ഗ്രീൻ കളറാണ്, നീ റില്ലല്ല, നീ റില്ലല്ല, നോ റില്ലീസ് ഗ്രീൻ, റില്ല് ഗ്രീൻ കളറാണ്. പാവല്ലേ ഇവർക്ക്, നമ്മുടെ റില്ലിൻ്റെ സഹോദരങ്ങൾക്ക് റില്ലിനെ കണ്ടിട്ട് തിരിച്ചറിയുന്നില്ല, പാവം. വാട്ട് വിൽ റിൽ ഡു നൗ, ഇനി എന്താണ് നമ്മുടെ റില്ല് ചെയ്യുക, പാവല്ലേ. നമുക്ക് നോക്കാം അല്ലേ. റില്ലീസ് സാഡ്, റില്ലീസ് സാഡ്, സാഡ് നമ്മൾ പഠിച്ചതല്ലേ. എന്താണ് സാഡ് എന്ന് പറഞ്ഞാൽ, എന്താണ് സാഡ് എന്ന് പറഞ്ഞാൽ ദുഃഖം, വിഷമം, സങ്കടം എന്നൊക്കെ പറയൂലേ. അതേപോലെ റിൽ ഈസ് സാഡ്, നമ്മുടെ റില്ല് വളരെ വിഷമത്തിലാണ്. എന്തിനാ വിഷമിക്കണേ, എന്തിനാ വിഷമിക്കണേ പറയ് മക്കളെ, പറയ്. പാവല്ലേ ഇവനെ, നമ്മൾ റില്ലിനെ ആരും തിരിച്ചറിയുന്നില്ല. എന്താ, നമ്മുടെ റില്ലിന് നിറമൊക്കെ മാറിപ്പോയില്ലേ, അതുകൊണ്ട് നമ്മുടെ റില്ലിനെ ആരും തിരിച്ചറിയുന്നില്ല. റില്ല് ഈസ് സാഡ്, ഹീ വാക്സ് അവേ, അവൻ അവിടുന്ന് പോയി, പാവല്ലേ അവൻ അവിടുന്ന് പോയി. വേർ വിൽ റിൽ ഗോ, എങ്ങോട്ടാണ് നമ്മുടെ റില്ല് പോയത്, നമുക്ക് നോക്കാം അല്ലേ, നോക്കാം. ഇനി അടുത്ത പേജ് നോക്കി, ആരൊക്കെ ഉണ്ട് ചിത്രത്തിൽ, എല്ലാവരും ഉണ്ട്, കുറേ പേരുണ്ട് അല്ലേ. നമ്മുടെ പൂളിയുണ്ട്, പിന്നെ ആരൊക്കെ ഉണ്ട്, പിന്നെ ആരുടെ റില്ലുണ്ട്, ജില്ലുണ്ട്, ദില്ലുണ്ട്, കുറേ പേരുണ്ട് അല്ലേ. ഇനി എന്തുണ്ടായത് നോക്കാം. കം ഇറ്റ് ഈസ് റെയിനിങ്, കം ഇറ്റ് ഈസ് റെയിനിങ്, വാ ദാ മഴ, ദാ ഇറ്റ് ഈസ് റെയിനിങ്, ദാ മഴ, മഴ പെയ്യാണ് അല്ലേ. കം ഇറ്റ് ഈസ് റെയിനിങ്, ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്, ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്, മഴ പെയ്യാൻ തുടങ്ങി. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്, മഴ പെയ്യാൻ തുടങ്ങി അല്ലേ. വാട്ട് വിൽ ഹാപ്പൻ നൗ, ഇനി എന്തായിരിക്കും സംഭവിക്കുക. ചിത്രത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും അല്ലേ, മനസ്സിലായിണ്ടാവും. എന്താണ് പറയ്, എന്താ സംഭവിച്ചത് മഴ പെയ്തപ്പോൾ, എന്താ സംഭവിച്ചത്. യെസ്, നമ്മളെ റില്ലിൻ്റെ പെയിൻ്റൊക്കെ ആ ശരീരത്തിൽ നിന്ന് ഒലിച്ചു പോയില്ലേ. മഴ പെയ്തപ്പോൾ നമ്മുടെ റില്ലിൻ്റെ ശരീരത്തിൽ പിടിച്ചിരുന്ന പെയിൻ്റൊക്കെ മഴയത്ത് ഒലിച്ചു പോയി അല്ലേ. യെസ്, അതാണ് സംഭവിച്ചത് അല്ലേ. അപ്പോൾ നമ്മുടെ പോളി പറയുന്നുണ്ട്, റിൽ മൈ ഡിയർ, റിൽ മൈ ഡിയർ, റിൽ എൻ്റെ പ്രിയപ്പെട്ട റിൽ എന്ന് പറയാനല്ലേ, മൈ ഡിയർ റിൽ. അപ്പോൾ നമ്മുടെ റില് സന്തോഷത്തിൽ ഹുറാ ഹുറാ, ഐ ആം ഗ്രീൻ അഗെയിൻ, ഐ ആം ഗ്രീൻ അഗെയിൻ, ഞാൻ വീണ്ടും പച്ച നിറത്തിലേക്ക് വന്നു. അങ്ങനെ സന്തോഷമായിട്ട് പറയാം, ഹുറാ ഐ ആം ഗ്രീൻ അഗെയിൻ, ഞാൻ വീണ്ടും പച്ച നിറത്തിലേക്ക് വന്നു. എൻ്റെ ചുവപ്പ് പെയിൻ്റൊക്കെ മഴയത്ത് ഒലിച്ചു പോയി, ഞാൻ വീണ്ടും പച്ച നിറത്തിലേക്ക് വന്നു. നൗ റിലീസ് ഗ്രീൻ, നൗ റിലീസ് ഗ്രീൻ, ഇപ്പോൾ നമ്മുടെ റില്ല് പച്ച നിറമാണ്. നൗ റിലീസ് ഗ്രീൻ. ഓൾ ആർ ഹാപ്പി, ഓൾ ആർ ഹാപ്പി, ഓൾ ആർ ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയില്ലേ. ആരൊക്കെ ഉണ്ട് ചിത്രത്തിലൊക്കെ, നമ്മുടെ എലഫൻ്റ് ഉണ്ട്, റാബിറ്റ് ഉണ്ട്, ഡക്ക് ഉണ്ട്, പിന്നെ നമ്മുടെ പോളിയുണ്ട് അല്ലേ, എല്ലാവരും ഉണ്ട് അല്ലേ. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അല്ലേ, എല്ലാവരും ഹാപ്പിയായി. അതുകൊണ്ടാണ് നമ്മൾ എന്താ ബാക്ക് ടു ഗ്രീൻ എന്നാണ് നമ്മൾ ചാപ്റ്ററിൻ്റെ പേര് അല്ലേ. ഇപ്പം എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് മക്കൾക്ക് മനസ്സിലായോ. ബാക്ക് ടു ഗ്രീൻ, പച്ച നിറത്തിലേക്ക് വീണ്ടും വന്നു. അതുകൊണ്ടാണ് നമ്മുടെ ചാപ്റ്ററിന് ബാക്ക് ടു ഗ്രീൻ എന്ന് പേര് വന്നു കേട്ടോ. മാഷോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ, മാഷ എന്താണ് ബാക്ക് ടു ഗ്രീൻ എന്ന് പറയുന്നതെന്ന്. അതുകൊണ്ടാണ് കേട്ടോ. എന്തുകൊണ്ടാണ് നമ്മളെ ചുവപ്പ് നിറമായിട്ടുള്ള റില്ല് മഴയൊക്കെ പെയ്ത് വീണ്ടും പച്ച നിറത്തിലേക്ക് വന്നു, ഗ്രീൻ കളറിലേക്ക് വന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിന് ബാക്ക് ടു ഗ്രീൻ എന്ന് പറയുന്നത് കേട്ടോ.
മനസ്സിലായോ? അപ്പം പിന്നെ എന്താ ചെയ്യേണ്ടതോ, നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ കാര്യങ്ങളും പഠിച്ചു അല്ലേ. അപ്പോൾ ആദ്യം നമ്മുടെ ബാക്ക് ഗ്രീനിലെ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെ നന്നായിട്ട് വായിക്കണം കേട്ടോ. ഇതുവരെ മാഷി ഇപ്പോൾ പറഞ്ഞത് ഉൾപ്പെടെ എല്ലാം നന്നായിട്ട് വായിക്കണം കേട്ടോ. ഇനി നമുക്ക് ചെറിയ ചെറിയ കുറച്ച് ആക്ടിവിറ്റീസും കൂടി ചെയ്യാണ്ട് കേട്ടോ. ഇനി വർക്ക് ബുക്കിൽ കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാണ്ട്, അതേപോലെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു പ്രവർത്തനം കൂടി ചെയ്യാണ്ട് കേട്ടോ. അത് നമുക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ ഒരു ചെറിയ സ്റ്റോറിയും കൂടി പഠിക്കാണ്ട്, അത് മാഷിനി ക്ലാസ്സിൽ വരുമ്പോൾ മാഷ് പറഞ്ഞു തരാം കേട്ടോ. മാഷ് പറഞ്ഞു തരാം. ഓക്കെ. ഇനി നമുക്ക് ആക്ടിവിറ്റി ബുക്കിലെ ചെറിയ കുറച്ച് പ്രവർത്തനം കൂടി ചെയ്യാം കേട്ടോ. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് ടു ഗ്രീൻ എന്നുള്ള ചാപ്റ്റർ കഴിയും. റെഡിയാണോ? എന്നാൽ എല്ലാവരും വർക്ക് ബുക്ക് എടുക്കും. എല്ലാവരും വർക്ക് ബുക്ക് എടുത്തേ വേഗം എടുക്കട്ടോ.